ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അബിയുടെയും ജലജയുടെയും ചെവിയിലേക്ക് ആ വാർത്ത എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഫോണിൽ ആ ന്യൂസും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടാ. ഇതെല്ലാം കേട്ടത് സത്യമാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സത്യമാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, അല്ലാതെ ആ സാറ് ചുമ്മാ കള്ളം പറയാനൊന്നുമില്ല. ഇങ്ങനെ ഒരു ന്യൂസ് വരാൻ മാത്രം ഒന്നുമില്ലല്ലോ. ദേ ആദർശ് അപ്പം തോറ്റ് തുന്നം പാടിയമ്മേ, നമ്മൾ അതാണല്ലോ ആഗ്രഹിച്ചിരുന്നത്. ഇവിടെ എല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടാവേ? അറിഞ്ഞിട്ടുണ്ടാവില്ലടാ. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയൊന്നും സന്തോഷം അവരുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല. ഏതായാലും എനിക്ക് സന്തോഷം കൊണ്ട് മതി മറന്ന ദിവസമാണെന്ന്. ദേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആദർശിൻ്റെയും ഈ കുടുംബത്തിൻ്റെയും മതപ്പതനം കാണാലോ. അവനെ പുന്നാരിക്കുന്നൊരു മുത്തശ്ശനുണ്ടല്ലോ, അയാൾക്കാണ് കൂടുതൽ അഹങ്കാരം. അയാളുടെ അഹങ്കാരം ഇതോടെ അവസാനിച്ചിട്ടുണ്ടാകും. ബാക്കി ആണുങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മളോട് ഈ കാര്യങ്ങൾ പറയാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ പറയാണ്. ശരിയാണ്. ഏതായാലും ഇനി ആദർശ് തല പൊക്കില്ലല്ലോ അമ്മേ. ഏതായാലും നമുക്ക് തന്നെ ഇത് കിട്ടിയല്ലോ, എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിടെന്നും പറഞ്ഞുകൊണ്ട് ഈ ജലജയാണെങ്കിൽ നേരെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം നവ്യാണെങ്കിൽ ഒരു ബുക്കൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നവ്യ മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താ അമ്മ എന്ന് പറഞ്ഞിട്ട് ചാടി ഇടിക്കുകയാണ്. അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? എന്ത് സന്തോഷ വാർത്ത? അതെ, ആ ഡീലില്ലേ നമുക്ക് കിട്ടിയില്ലെന്നേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യക്ക് ഭയങ്കര സന്തോഷമേ. സത്യമാണോ അമ്മേ പറഞ്ഞത്? നമുക്ക് കിട്ടിയില്ലേ? ഇല്ല മോളെ, നമുക്ക് കിട്ടിയില്ല. AN ജ്വല്ലറിക്കാരത് കൊണ്ടുപോയി എന്ന് പറയാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നമ്മ എനിക്ക് സന്തോഷമായി. ഞാനിപ്പോൾ സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയിലാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണല്ലോ അല്ലേ? അതേന്നേ, സത്യമാണ്. അല്ല, അമ്മയോട് ഈ കാര്യം ആര് പറഞ്ഞു? അതെ, ആ AN ജ്വല്ലറിയിലെ ആ ഓണറില്ലേ, അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അബിയെ. അബിയോടാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. മൂർത്തീസ് കമ്പനി പൊട്ടിപ്പാളീസായി. വൻ ഇടിവാണ് മൂർത്തീസ് കമ്പനിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ന്യൂസൊക്കെ ഉണ്ട് മോളെ എന്നൊക്കെ പറയാണ്. ഏതായാലും അതൊക്കെ അവന് കിട്ടില്ലല്ലോ. ആ ആദർശിന്റെ മനസ്സിൽ മുഴുവനും കറയ, അഴുക്ക. അപ്പൊ പിന്നെ ഏത് ദൈവത്തോടും പ്രാർത്ഥിച്ചാലും ഇതൊന്നും അവന് കിട്ടാനായിട്ട് പോകുന്നില്ല. എനിക്കത് ഉറപ്പുള്ള കാര്യം തന്നെയായിരുന്നു. ഏതായാലും അവരുടെ അഹങ്കാരം അവസാനിച്ചല്ലോ. ഇനിയിപ്പോ മൂർത്തി മുത്തശ്ശനാണെങ്കിൽ ആകെ തളർന്ന മട്ടിലായിരിക്കും. ഈ കൊച്ചുമക്കളുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ആദർശിനോടായിരുന്നല്ല. ആദർശിന് വേണ്ടി എന്തും ചെയ്യുന്നൊരു പ്രവൃത്തിയായിരുന്നു. എന്തൊക്കെയായിരുന്നു ഉപദേശങ്ങൾ. ഇപ്പൊ എന്തായി? പൊട്ടിപ്പാളീസായില്ലമ്മേ. അതേ മോളെ, പൊട്ടിപ്പാളീസായി. അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ തന്നെയാണ്. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റും ചെയ്യാതെ തന്നെയാണ് അവർ നമ്മളെ ശിക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം ഓക്കെ ആയില്ലേ മോളെ എന്നൊക്കെ പറയാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതേ അമ്മേ, ഇത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? അതേ മോളെ, നമുക്ക് ആഘോഷിക്കണം. ഇവിടെ ആരും അറിയാതെ നമുക്കത് ആഘോഷിക്കണം. അപ്പം മറ്റുള്ളവരൊന്നും ഈ സംഭവം അറിഞ്ഞില്ലേ? അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇളക്കി മറിച്ചാനായിരുന്നില്ലേ, എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാകാനായിരുന്നു. അതുകൊണ്ട് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല മോളെ. ഏതായാലും ഞാനേതായാലും ആരോടൊന്നും പറയാൻ പോകില്ല. അറിയുമ്പോൾ അറിയട്ടെ, അപ്പോഴായിരിക്കും അവർക്ക് ഷോക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ നവ്യാണെങ്കിൽ നയനയും അതേപോലെ തന്നെ ദേവയാനയും കൂടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പം നവ്യ ചിന്തിക്കുകയാണ്, അതെ ഇവർ റിസൾട്ട് അറിയാൻ വേണ്ടി തന്നെ കാത്തിരിക്കുകയാണ്. റിസൾട്ട് ഇപ്പം അറിയും. അപ്പോഴായിരിക്കും നിങ്ങളുടെ ചങ്ക് കിടന്ന് പടയ്ക്കാനായിട്ട് പോകുന്നത്. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുകയാണോ? നയനെ, എന്തെങ്കിലും റിസൾട്ട് അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇല്ലേ ചേച്ചി, ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല എന്ന് പറയാ. അറിഞ്ഞിട്ടില്ലേ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? ആദർശല്ലേ പോയിരിക്കുന്നത്. ആദർശ് വിജയിച്ചേ വരുവുള്ളന്നേ. അതേപോലുള്ള ഉപദേശങ്ങളും പ്ലാനുകളും എല്ലാം ചെയ്തല്ലേ മുത്തശ്ശൻ വിട്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ആദർശ് വിജയിച്ചല്ലാതെ എങ്ങനെ വരാനാണ്? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും എന്തൊക്കെയോ ഡൗട്ട് തോന്നുകയാണ്. അപ്പോൾ ദേവയാനി, അല്ലെങ്കിലും ഇവിടെ ഈ കുടുംബം തോറ്റുപോകണമെന്നാണല്ലോ നിൻ്റെയും നിൻ്റെ ഭർത്താവിൻ്റെയും അവൻ്റെ അമ്മയുടെയൊക്കെ ആഗ്രഹം. അതിനു വേണ്ടിയല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾ അതിനു വേണ്ടിയൊന്നും പ്രാർത്ഥിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അത് ഫലിക്കോ? അതുമില്ല. കാരണം ആദർശ് അത്രയ്ക്കും ടാലൻ്റ് ഉള്ളൊരു മനുഷ്യരല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വല്ല ഫലമുണ്ടോ? ആദർശ് ഈ ഡീല് ഉറപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾ എന്തിനിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? നിങ്ങളുടെ പ്രാർത്ഥനയല്ലേ ഇവിടെ ഫലിക്കുള്ളൂ. ഏതായാലും വിജയലാളിതനായിട്ട് ആദർശ് വരട്ടെ എന്ന് പറഞ്ഞൊരാക്കിയ രീതിയിൽ നവ്യ അവിടെ നിന്ന് പോവാണ്. അപ്പം നവ്യ പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവേനയാണെങ്കിൽ കണ്ട് അവളുടെ വർത്താനം കണ്ടില്ലേ?
അവളുടെ വർത്തനം കേൾക്കുമ്പോഴെനിക്ക് ചൊറിഞ്ഞാ വരുന്നത്. വേണ്ടമ്മേ, ഒന്നും പറയണ്ട. പറഞ്ഞാലും നമ്മളല്ലേ വേദനിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആദർശേട്ടൻ വരട്ടെ, അപ്പൊ ബാക്കിയെല്ലാം അറിയാലോ എന്നൊക്കെ നയന പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ ജലജ അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ കനകയാണെങ്കിൽ, അതെ ജലജെ, ഞാൻ ഇന്ന് പോവാണ്. ഞാൻ ഇവിടുന്ന് പോയെന്ന് വിചാരിച്ച് നിന്റെ തോന്നിയാസൊന്നും ഇവിടെ കാണിക്കാനായിട്ട് നിൽക്കരുത്. നീ എന്തെങ്കിലും ഇവിടെ കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ മോളെ, ഉടനെ തന്നെ പോയ പോലെ ഞാനിവിടെ തിരിച്ചെത്തും. എന്നിട്ടേ നിന്നെയും നിന്റെ മോനെയും ഞാൻ പഠിച്ച പാഠം പഠിപ്പിക്കും. എൻ്റെ നവ്യ മോളോട് എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയും. അങ്ങനെ തുറന്നു പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ കുടുംബത്തിൽ നിന്ന് നിന്നെയും നിന്റെ മകനെയും ആട്ടി പുറത്താക്കുന്നത് എൻ്റെ നവ്യമോള് തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല മക്കളെ. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചോളണം. ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും അതിൽ ഞാനിവിടെ അടങ്ങി ഒതുങ്ങി തന്നെയാണ് ജീവിക്കുന്നത്. എൻ്റെ മോനല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. നിന്റെ മോനാണെങ്കിൽ നിന്റെ മോനെ പറഞ്ഞ് തിരുത്തിപ്പിക്കണം. അതാണ് നീ ചെയ്യേണ്ടത്. അതാണ് ഒരമ്മയുടെ കടമ. അല്ലാതെ നീ തെറ്റിലേക്ക് നയിച്ചു കൊടുക്കരുത്. ഇത് കെട്ടിച്ചപ്പോഴേക്കും കനകെ, നീയും ഒരുപാട് തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ മക്കളെല്ലാം പണക്കാരുടെ വീട്ടിൽ കെട്ടിക്കണമെന്നും പറഞ്ഞ് നീ അതിബുദ്ധികളെല്ലാം കാണിച്ചിട്ടില്ലേ? അതുകൊണ്ടല്ലേ നിന്റെ മക്കള് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ കുടുംബത്തോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ടാണ് ഇപ്പം ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ മാറിയില്ലേ, അതേപോലെ നീയും മാറണം. നീയും നിന്റെ മകനും മാറണം. ഈ കുടുംബത്തെ സ്നേഹിച്ചു തുടങ്ങണം. ഈ കുടുംബത്തിലേക്ക് കയറി വന്നവളല്ലേ നീയ്. എന്നെക്കാലം മോശമാണല്ലോ നീയ്. നിനക്ക് ഈ വീട്ടിൽ ജീവിക്കാനുള്ള ഒരു അർഹതയില്ല. എന്നെക്കാലം വളരെയേറെ മോശമാണ് നിന്റെ സ്വഭാവം, നിന്റെയും നിന്റെ മകൻ്റെയും സ്വഭാവം. അതുകൊണ്ട് അതെല്ലാം മാറ്റ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കുടുംബത്തിൽ നിനക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല ജലജെ. നീ നല്ല രീതിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ നവ്യതിരെ നിന്നെ അടിച്ചിറക്കും. കേട്ടല്ലോ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് കനക അവിടെ നിന്ന് പോവാണ്. കനക അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ജലജയാണെങ്കിൽ ഇവറ്റകളൊക്കെ എന്താ ചെയ്യേണ്ടത്? ഏതായാലും ഇത് തോറ്റു തുന്നം പാടിയല്ലോ. വരട്ടെ, ആദർശ് വരട്ടെ. അപ്പൊ ഇവറ്റകളുടെയൊക്കെ അഹങ്കാരം അങ്ങോട്ട് അവസാനിച്ചോളും. അതിനു വേണ്ടി തന്നെയാണല്ലോ ഞാനും വെയിറ്റ് ചെയ്യുന്നത് എന്നിങ്ങനെ ജലജ മനസ്സ് ചിന്തിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. അപ്പോൾ അനിയാണെങ്കിൽ അതിലേറെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം എല്ലാം പൊട്ടി പാളീസായല്ലോ. അപ്പോൾ ഹനിയെ നമ്മുടെ നന്ദു വിളിക്കുക. ഇത് വിളാണല്ലോ വിളിക്കുന്നത്. നന്ദു, എന്താ നന്ദു, പറ നന്ദു. അതെ എടാ ഹനി, നീ എവിടെയാ? എന്താ എടാ കാര്യങ്ങളെല്ലാം? ആദർശേട്ടൻ ഡീൽ ഉറപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലടി നന്ദു, ആ ഡീല് നമ്മൾക്ക് പോയി നന്ദു എന്ന് പറയാണ്. പോയെന്നോ? അതെ, ആ ജ്വല്ലറിക്കാർ തന്നെ ആ ഡീല് ഉറപ്പിച്ചെന്ന വാർത്ത കേട്ടതെന്ന് പറയാം. ദൈവമേ, ഇത് വല്ലാത്തൊരു ട്രാജഡി ആയി പോയല്ലോടാ. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചു? മുത്തശ്ശന് എല്ലാം ഇതും കൂടി തന്നെയല്ലേ ആദർശേട്ടനെ പറഞ്ഞു വിട്ടത്. പിന്നെ എന്താ സംഭവിച്ചത്? ഇതിലെന്തോ ചതി സംഭവിച്ചിട്ടുണ്ട് നന്ദു. അല്ലെങ്കിൽ ആദർശേട്ടൻ ഒരിക്കലും തോറ്റു തുന്നം പാടാത്തതാണ്. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാണ്. എനിക്ക് ആ അബിയെ തന്നെയാണ് സംശയം. അവനായിരിക്കോ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവുക? ആ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. മനസ്സിനൊരു സമാധാനമില്ല. നീ ഇപ്പോൾ വീട്ടിലേക്ക് പോയോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല, ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. കാരണം എനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല. പിന്നെ നീ എന്ത് ചെയ്യും? എനിക്കൊരു ബിസിനസ് ടൂർ ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവുക. ആ ബിസിനസ് ടൂറെല്ലാം മാറ്റി വെച്ചതായിരുന്നു ഞാൻ. അതിനിപ്പോൾ മാറ്റി വെക്കുന്നില്ല. ഞാനിപ്പോൾ അങ്ങോട്ട് പോവാണ്. കാരണം വീട്ടിലേക്ക് ചെന്ന് എല്ലാവരോടും ഫേസ് ചെയ്യാനായിട്ട് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ആദർശേട്ടൻ വീട്ടിലേക്ക് വരട്ടെ ആദ്യം, എന്നിട്ടെല്ലാം സോൾവ് ആക്കട്ടെ. സോൾവ് ആക്കിയതിന് ശേഷമേ ഇനി ഞാൻ വീട്ടിലേക്ക് മടങ്ങി പോകുന്നുള്ളൂ നന്ദു. അതുവരെ ഞാൻ ബിസിനസ് ടൂറായിട്ട് നടക്കാൻ പോവുകയാണ്. 2 ദിവസം ഞാനിവിടെ ഉണ്ടാവില്ലെന്നൊക്കെ പറയാം. ഏതായാലും ഞാൻ ഫോൺ വെക്കാൻ കേട്ടോ, മനസ്സിനൊരു സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. നന്ദുവിനാണെങ്കിലും ആകെ ടെൻഷനായി. ദൈവമേ, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഇവർക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്ത് ചെയ്യാനായിട്ട്? എല്ലാം തകർന്ന തരിപ്പണമായില്ലേ. അങ്ങനെ കനകത്തിനെ കാണിക്കണം. അപ്പം കനകം നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. കനകം, എന്തായി? എന്തെങ്കിലും ആയോ? ആദർശി പോയ കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴോ, എൻ്റെ ഗോവിന്ദേട്ടാ ഒന്നും അറിയില്ല, ഒരു വിവരവും ഇല്ല, ആദർശ് വിളിച്ചിട്ടുമില്ല. ഇതിപ്പോൾ അറിയാത്തത് കൊണ്ട് ഒരു ടെൻഷനാണല്ലോ. നിനക്കെല്ലാം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ പോരായിരുന്നില്ലേ? എങ്ങനെ? ഗോവിന്ദനോട് ഒറ്റക്കല്ലേ?
അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് ഇങ്ങോട്ട് പോന്ന്. പിന്നെ ആ ജലജയുടെ അഭിയുടെയൊക്കെ ഒരു വർത്തമാനങ്ങൾ കേൾക്കുമ്പോഴേ എനിക്ക് ശരിക്കും അരിശം വരുന്നുണ്ട്. ദേ, ഞാൻ നിന്ന സമയത്തല്ല അവരെ കിട്ടിയിട്ട് നല്ല പൊളിച്ചടുക്കിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. നവ്യ മോള് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നവ്യ അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാം തകിടം മറിച്ചാനായിരുന്നു. അവളും അവരോടൊപ്പം ചേർന്ന് ഭയങ്കര അഹങ്കാരമാണ് കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറയാ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം അവസാനിച്ചോളും. അങ്ങനെയല്ലേ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദു കയറി വരുന്നത്. അപ്പോൾ നന്ദു വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഒന്നും അറിഞ്ഞില്ല. എന്തായി? അതെ, ഒരു വിഷയമുണ്ട് അമ്മേ. ആദർശേട്ടൻ പോയ കാര്യം നടന്നില്ല. ആ ഡീല് അവർക്ക് കിട്ടിയില്ലെന്നാ പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവരാകെ ഞെട്ടിപ്പോയാണ്. അയ്യോ, എൻ്റെ പൊന്നും മോളെ, ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. ഭയങ്കര പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ആദർശിനെ മുത്തശ്ശൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ട് ഇത് വല്ലാത്തൊരു ഇതായി പോയല്ലോ മോളെ. ഇതിപ്പോൾ എന്ത് ചെയ്യും? അല്ല, നിന്നോട് ആരാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്? അമ്മേ, അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്. ഈ പത്രത്തിലൊക്കെ ന്യൂസ് ഉണ്ട്, പിന്നെ ഫോണിലൊക്കെ ഒരുപാട് ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. അതറിഞ്ഞപ്പോഴാ എൻ്റെ ഫ്രണ്ട് വിളിച്ച് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് അമ്മേ. അയ്യോ, ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ അമ്മേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നയനേച്ചി ഈ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞായിരുന്നോ? നയന ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ വിളിച്ച് പറയില്ലേ? ഏതായാലും നയനേച്ചി നമ്മളായിട്ട് വിളിക്കണ്ട. നയനേച്ചി അവിടെ വരുമ്പോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞോട്ടെ. അല്ലാതെ നമ്മളെ വിളിച്ച് കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട അമ്മേ എന്നൊക്കെ പറയാണ്. എന്നാലും ഇത് വല്ലാത്തൊരു ഇതായിപ്പോയി. ഇതിന് പിന്നിൽ ആരാ കളിച്ചതെന്ന് വല്ല അറിയോ? എന്തോ ചതി സംഭവിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ അഭിയാണോ എന്നൊരു സംശയമുണ്ട്. അവൻ വല്ലതും ആണെങ്കിൽ അവനെ ഇടിച്ച് ഞാൻ കൂമ്പിളക്കും. എൻ്റെ തനി സ്വഭാവം അവൻ ശരിക്കറിയും. വീണ്ടും അവൻ ജയിലിലേക്ക് പോകേണ്ട ഒരു ഇടപാട് ഞാൻ ഉണ്ടാക്കും എന്നൊക്കെ നന്ദു പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവുകയാണ്. അപ്പോൾ കനകയാണെങ്കിൽ അയ്യോ ഗോവിന്ദേട്ടാ, ഇത് വല്ലാത്തൊരു ഇതായി പോയല്ലോ. എല്ലാവരും പ്രതീക്ഷയോടെ ആ വീട്ടിലിരിക്കുകയാണ്. അതെ, ആർക്കും ഒരു മനസമാധാനമില്ല. എല്ലാവരും വൃദ്ധവും കാര്യങ്ങളെല്ലാം എടുത്ത് നിൽക്കുക. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഇതാവില്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കുക. അങ്ങനെ നമ്മുടെ ദേവയാനിയെ കാണിക്കുക. അപ്പോൾ ദേവയാനി ഞാനടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, മോളെ ആദർശിൻ്റെ കോള് വല്ലതും വന്നോ? ഇല്ലമ്മേ, കോളൊന്നും വന്നില്ല. അവനിത് എന്ത് പറ്റി? അവനെന്താ വിളിക്കാത്തത്? നമുക്ക് ഡീല് കിട്ടിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. ഇതെന്താ വിളിക്കാത്തത് എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും അറിയില്ല. പിന്നീട് മുത്തശ്ശനെ കാണിക്കുകയാണ്. അപ്പം മുത്തശ്ശനാണെങ്കിൽ ആകെ ദുഃഖിച്ച് ആ വാർത്തയ്ക്ക് ഇങ്ങനെ കാണുകയാണ്. ഇത്ര കോടിയുടെ രൂപയുടെ ജ്വല്ലറി കൊണ്ടുപോയി മൂർത്തീസ് കമ്പനി ഇടിഞ്ഞു താന്നു എന്നൊരു വാർത്തയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മുത്തശ്ശനത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം മുത്തശ്ശി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ ആ ഫോൺ അങ്ങോട്ട് ഓഫാക്കി വെക്കുക. വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അതെ, എന്തായി നമ്മുടെ കാര്യങ്ങൾ? എന്തെങ്കിലും ആയോ? ഇദ്ദേഹം എന്തൊന്നും മിണ്ടാത്തത്? എന്തായി കാര്യങ്ങൾ? കാര്യങ്ങൾ എന്തായെന്നൊന്നും അറിയില്ല. ആദർശ് വരട്ടെ, എന്നാൽ മാത്രമേ കാര്യങ്ങൾ വിവരം അറിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. എന്തോ പന്തികേടുണ്ടല്ലോ, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പെരുമാറിപ്പോകുന്ന ഒരാളല്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി വിചാരിക്കുക. അങ്ങനെ നയനയും ദേവയാനും കൂടി സംസാരിക്കുക. ആ സമയത്താണ് ജയനും അജയനും കൂടി കയറി വരുന്നത്. ഇവർ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവോ? അറിയാൻ സാധ്യതയില്ല. അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാകും, പക്ഷെ ഇവരേതായാലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അവരുടെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ജയേട്ടാ, എന്തായി കാര്യങ്ങളെല്ലാം? നമ്മുടെ ഡീല് നമുക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ദേവയാനി വളരെ ദുഃഖകരമായ കാര്യമാണ്, നമുക്ക് ആ ഡീല് കിട്ടിയില്ല എന്ന് പറയാം. ഇത് കേട്ടതും ഇവരാകെ ഞെട്ടിത്തരിച്ചൊരവസ്ഥയിൽ നിന്ന് പോവുകയാണ്. എന്താ, നമുക്ക് ഡീല് കിട്ടിയില്ലെന്നോ? അതെ, നമുക്ക് ഡീല് കിട്ടിയില്ല. ഡീല് ജ്വല്ലറിക്കാർ കൊണ്ടുപോയെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവയാനിക്കും നയനയ്ക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ദേവയാനിയൊക്കെ ഭയങ്കര കണ്ണും പിടിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ സത്യമാണ് പറഞ്ഞത്? അതേ, സത്യം തന്നെയാണ്. ആ ന്യൂസ് ഫോണിലൊക്കെ ഉണ്ടല്ലോ എന്ന രീതിയിൽ സംസാരിക്കാം. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.